ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 30-ാം വാക്യമാണിത്. യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ഈ സമയം എന്ന വാക്ക് നമ്മളും ജീവിതത്തിൽ പല അവസരങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോഴോ ഉയർച്ച ഉണ്ടാകുമ്പോഴോ നാം പരിഹാസരൂപേണ പറയാറുണ്ടല്ലോ, അവൻ്റെ സമയം കൊള്ളാം. അതേസമയം നമുക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുമ്പോഴോ മോശമായത് സംഭവിക്കുമ്പോഴോ നമ്മൾ ഉപയോഗിക്കും എൻ്റെ സമയം ശരിയല്ല, അല്ലെങ്കിൽ അവൻ്റെ സമയം ശരിയല്ല എന്നൊക്കെ. ബൈബിൾ പശ്ചാത്തലത്തിൽ 2 തരം സമയത്തെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ക്രോണോസ് എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്ന സമയം. അത് സാധാരണമായ നിമിഷങ്ങളുടെ തുടർച്ചയാണ്. ഒന്നിന് പുറകെ ഒന്ന് എന്ന രീതിയിൽ നിമിഷങ്ങളുടെ തുടർച്ച, അല്ലെങ്കിൽ സംഭവങ്ങളുടെ തുടർച്ച, സാധാരണമായ ഒരു സമയം. രണ്ടാമത്, കൈറോസ് എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്ന ഒരു ദൈവികമായ സമയം. അതിനെയാണ് കൃപയുടെ സമയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവിക ഇടപെടലിൻ്റെ സമയമാണിത്. നാം തിരുവചനത്തിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്ന കൃപയുടെ സമയം, അതാണ് കൈറോസ്. യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്നതും ഈ ദൈവികമായ ഇടപെടലിൻ്റെ സമയമാണ്. എന്താണ് യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സമയത്തിൽ സംഭവിക്കുന്നത്? അത് യേശുവിൻ്റെ കുരിശാരോഹണമാണ്. അത് യേശുവിൻ്റെ മഹത്വീകരണമാണ്. യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വേളയിൽ യേശു മറിയത്തോട് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. അതായത് ക്രൂശിക്കപ്പെടേണ്ട, താൻ മഹത്വീകരിക്കപ്പെടേണ്ട സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് യേശു അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം എപ്പോഴാണ്? നമുക്ക് ഭൗതികമായ നേട്ടങ്ങളോ ഉയർച്ചയോ ഉണ്ടാവുന്നതല്ല നമ്മുടെ സമയം. നമുക്കെന്തെങ്കിലും അപായങ്ങളോ അത്യാഹിതങ്ങളോ നമ്മുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമായി സംഭവിക്കുന്ന തകർച്ചകളോ അല്ല നമ്മുടെ അസമയം. മറിച്ച് ദൈവം ഇടപെടുന്ന കൃപയുടെ സമയം, നാം ക്രൂശിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന സന്ദർഭങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന അനുഭവങ്ങളാണ്. ഇതാണ് രക്ഷാകരമായ സമയം. ഇതാണ് കൃപയുടെ സമയം. ഇതാണ് ദൈവിക ഇടപെടലിൻ്റെ സമയം. പലപ്പോഴും ഇത്തരം ദുഃഖകരമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നാം ഓടി ഒളിക്കാറുണ്ട്. അവയെ ഓർത്ത് പരിതപിക്കാറുണ്ട്. ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് നാം പരാതിപ്പെടാറുണ്ട്. എന്നാൽ ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കൃപയുടെ നിമിഷങ്ങളാണെന്ന് നാം മറന്നു പോകരുത്. നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ കൂടുതൽ പൂർണ്ണരാക്കാൻ, നമ്മെ രക്ഷയിലേക്ക് നയിക്കാൻ അവിടെ ഇടപെടുന്ന രക്ഷാകരമായ ഈ സമയങ്ങളെ സന്തോഷപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.